ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങേനിക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ കഴുകിടും. സ്നേഹമോർത്താൽ മനം നിറയും. സ്തുതിസ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ. സ്നേഹം ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങേനിക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയോടെ ജീവിക്കുക. ലിവിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളാദരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 1 തെസ്സലോനിക്കർ 5-ാം തിരുവചനം. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവിൻ. ക്രിസ്തുയേശുവിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയാകുന്നു. Give thanks in all circumstances, for this is God's will for you in Christ Jesus. Amen. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഈ വാക്യത്തിൻ്റെ 3 പ്രധാന ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. 1. Gratitude is not situational. It's a decision to see God's goodness in everything. നന്ദി പറയുന്നത് ഒരു തീരുമാനമാണ്, ഒരു വികാരമല്ല. ദൈവത്തിൻ്റെ വചനം എന്താ നമ്മളോട് സംസാരിക്കുന്നത്? വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കടത്തിക്കൊണ്ടുപോവുകയാണ്. നോട്ട് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു 3 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 107:1. സങ്കീർത്തനങ്ങൾ വീണ്ടും 136:26. വീണ്ടും സങ്കീർത്തനങ്ങൾ 103:1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 തിരുവചന ഭാഗങ്ങൾ ദൈവമക്കൾ ഹോംവർക്കായിട്ട് ഇന്ന് വായിക്കണം. സങ്കീർത്തനങ്ങൾ 103:1 തിരുവചനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു. നന്ദി പറയുന്നത് ഒരു തീരുമാനമാണ്, ഒരു വികാരമല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാത്തിനും ദൈവം തരാതെ ഒന്നുമില്ലല്ലോ. അത് ഇന്നലെ പ്രാപിച്ചതാണെങ്കിലും ഇന്ന് പ്രാപിക്കുന്നതാണെങ്കിലും നാളെ പ്രാപിക്കാൻ ഇരിക്കുന്നതാണെങ്കിലും ദൈവം തരാതെ ഒന്നുമില്ലേ. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. 2ാമത്തെ ചിന്ത, താങ്ക്ഫുൾനെസ് അട്രാക്ട്സ് ജോയ്. ദ മോർ യു താങ്ക് ഗോഡ്, ദ മോർ ജോയ് യു ഫീൽ. 2ാമത്തെ ആശയം, നന്ദിയുള്ള ഹൃദയം സന്തോഷം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Philippians chapter 4 verse 4. Rejoice in the Lord always. Again I will say rejoice. ഈ തിരുവചന ഭാഗം വിശുദ്ധൻ എഴുതുന്നതിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്, വിശുദ്ധ പൗലോസ് എയർ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴല്ല, ജയിലറയിൽ കിടക്കുമ്പോഴാണ്. ജയിലിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്തും വിശുദ്ധൻ
നമ്മളെ ശക്തീകരിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരും ഇപ്പോൾ ജയിലിലല്ല. എന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജയിലിനേക്കാൾ മോശമായ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? നന്ദിയുള്ള ഹൃദയം സന്തോഷം വർദ്ധിപ്പിക്കും. റിജോയ്സ് ഇൻ ദി ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ വിൽ സേ റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവ് അറിയാതെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരില്ല. താൻ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ. വേദനയുടെ നടുവിലും ആത്മാവിലൊരു സന്തോഷം, അതൊരു ദൈവ പൈതലിൻ്റെ മുഖമുദ്രയാണ്. അതിന് പ്രത്യേകിച്ച് ആരും പുറത്തുനിന്ന് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, ഈവൻ ട്രയൽസ് ടീച്ച് ബ്ലെസ്സിങ്സ്. എവറി ടെസ്റ്റ് ഹോൾഡ്സ് എ ഹിഡൻ ലെസൺ ഓർ ഗ്രോത്ത്. ഓരോ പരീക്ഷണവും ഒരനുഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഹബക്കുക്കിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വളരെ സുപരിചിതമായിട്ടുള്ള തിരുവചന ഭാഗമാണത്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ചിലർ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. പഴയ നിയമത്തിലൊരു പുസ്തകമാണ് ഹബക്കുക്കിൻ്റെ പുസ്തകം. അതിൽ 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അതൊന്ന് വായിച്ച് നമുക്ക് കേൾക്കാം. ആത്മാവായ ദൈവത്തിന് നമ്മളോട് ചിലത് പറയുവാനുണ്ട്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ആമേൻ. ഓരോ പരീക്ഷണവും ഒരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈവൻ ട്രയൽസ് ടീച്ച് ബ്ലെസ്സിങ്സ്. എവറി ടെസ്റ്റ് ഹോൾഡ്സ് എ ഹിഡൻ ലെസൺ ഓർ ഗ്രോത്ത്. ഹല്ലേലൂയ. പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഫലം ഇപ്പം ഉണ്ടാകില്ല, എന്നാൽ വൈകില്ല, തക്ക സമയത്ത് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം മാനിച്ചിരിക്കും. സ്തോത്രം. നമ്മുടെ ചിന്ത ഈ സമയത്ത് 10 കുഷ്ഠരോഗികളുടെ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രമാണ് മടങ്ങി വന്നത്. ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ. ഹോംവർക്കായിട്ട് വായിക്കണേ. നന്ദി പറയുവാനായി കടന്നു വന്ന രോഗസൗഖ്യം പ്രാപിച്ച നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമ, അവന് ഡബിൾ പോർഷൻ ഓഫ് ബ്ലെസ്സിങ് ആണ് കിട്ടിയത് കർത്താവിൽ നിന്ന്. ഒന്ന്, അവന് നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. 2, ഒരു ടോട്ടൽ ബ്ലെസ്സിങ്, അവനൊരു സമ്പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വലിയ രോഗം ബാധിച്ചിട്ട് കർത്താവിന് നന്ദി പറയാനൊന്നും കാത്തിരിക്കരുത്. സ്തോത്രം. വലുതായാലും ചെറുതായാലും സൗഖ്യദായകൻ കർത്താവാണ്. ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദ വേൾഡ്. മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യനാണ് കർത്താവായ യേശു. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ വിടുതലിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. Among the 10 lepers, only one returned to give thanks. Gratitude brought him wholeness, not just healing. Hallelujah. 10 കുഷ്ഠരോഗികൾ ഒരു കുഷ്ഠരോഗി നമുക്ക് വലിയ ഒരു മെസ്സേജാണ് തരുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി പറയുവാനായി കടന്നു വന്ന് നിൽക്കുന്ന കുഷ്ഠരോഗിയെപ്പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. Where are the 9? Praise the Lord. ഈ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ കർത്താവ് തന്നിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട, അടിവരയിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ചിന്ത, നന്ദിയുള്ള ഹൃദയം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കും. A thankful heart always see miracles. A thankful heart always sees miracles. നന്ദിയുള്ള ഹൃദയം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി നന്ദി. സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം. കുടുംബമായി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി സ്തോത്രം. ഭൗതിക നന്മകൾക്കായി നന്ദി.
ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കാൻ കൂട്ടായ്മയിലൂടെ അവിടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി നന്ദി പറയുന്നു. ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയുള്ള മക്കളായി വളരുവാൻ അവരെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ മുഖാന്തരം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകിയിട്ടുമുള്ളതുമായ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. മാതാപിതാക്കൾക്കായി നന്ദി പറയുന്നപ്പാ, കൂട്ടാളിക്കായി നന്ദി പറയുന്നു, കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഭൗതിക നന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ഓഫീസുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം. അവിടുന്ന് എബേസിൻ്റെ പ്രാർത്ഥന കേട്ട് വിശാലത വരുത്തുന്ന ദൈവമേ, എല്ലാ മണ്ഡലങ്ങളിലും അവിടുന്ന് വിശാലത തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രയേൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UK വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നൈജീരിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ കർത്താവേ, ദുഷ്ടൻ്റെ ആൾക്കാർ, ദുഷ്ട ലാക്കോടെ ക്രിസ്തീയ മക്കളെ, ക്രൈസ്തവരെ അങ്ങേ രക്ഷകനാഥനുമായി സ്വീകരിച്ച് അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇപ്പോൾ തന്നെ കർത്താവ് മരിച്ചല്ലോ. ഇപ്പോഴും അവിടെ ഇവിടെയായിട്ട് അനേകരെ കൊന്നൊടുക്കുകയാണ്. കർത്താവേ, അതിനൊരു അറുതി അവിടുന്ന് വരുത്തണമേ. അതിന് തക്കതായ ഒരു അത്ഭുതം ആ രാജ്യത്ത് അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യുക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയിലുള്ള കർത്താവേ, ക്രിസ്തീയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നോർത്ത് ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിലായിട്ട് കർത്താവേ, അനീതിപരമായി ജയിലടക്കപ്പെട്ടിരിക്കുന്ന അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടുവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ, ജയിലറകൾ തുറക്കപ്പെടട്ടെ. ആമേൻ, 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 ആമേൻ. അങ്ങനെ സംഭവിക്കട്ടെ. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഹല്ലേലൂയ, ജയിലറ തുറക്കുന്നതാണല്ലോ. അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് അവിടുന്ന് കർത്താവെ ഒരുക്കുന്ന എല്ലാ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ള മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. അവരുടെ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയെ യാചനയെ കേട്ടിരിക്കുക. നന്ദി. അപ്പോൾ യേശു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.